നമ്മൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കാർ വാങ്ങിക്കണം നമ്മളിവിടെ എത്തിയതിന് ശേഷം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കാർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും വണ്ടി ഓടിക്കാൻ വേണ്ടി അറിഞ്ഞൊന്നും വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫിനെ ഓടിക്കാൻ അറിഞ്ഞൊന്നും വരില്ല, അല്ലെങ്കിൽ വൈഫിന് ചിലപ്പോൾ കുറച്ച് മാത്രം വണ്ടി ഓടിക്കാൻ അറിയാം, ജസ്റ്റ് സ്റ്റിയറിംഗ് ബാലൻസ് മാത്രം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉചിതമായിരിക്കും. അപ്പം ആ ചെറിയ വണ്ടി കൊണ്ട് നമുക്ക് ഓടിച്ച് പഠിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അധികം ഹെഡ് ഏക്ക് തരാത്ത വണ്ടി, നമുക്ക് അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ഓടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി പറ്റണം. അതേപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ വണ്ടി കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം മറിച്ച് വിറ്റ് നമുക്ക് വേറെ വണ്ടി എടുക്കാമെന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മറിച്ച് വിൽക്കുമ്പോൾ വലിയ നഷ്ടമില്ലാതെ വിൽക്കാൻ വേണ്ടി പറ്റിയ വണ്ടികളായിരിക്കണം. അതൊക്കെ എല്ലാം ബേസ് ചെയ്തിട്ട് ഞാനൊരു വണ്ടിയുടെ ഒന്നല്ല കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ വണ്ടികളുടെ ഡീറ്റെയിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടോ ആട്ടോ, സുസുക്കി ഓൾട്ടോ. 2013 തുടങ്ങിയുള്ള സുസുക്കി ഓൾട്ടോ. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. 6 എയർ ബാഗ് ഡ്രൈവേഴ്സിനും പാസഞ്ചേഴ്സിനും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈസി ടു പാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ആണ്. നമ്മളുടെ പക്ഷേ ഓസ്ട്രേലിയൻ റോഡുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഓൾട്ടോ നമുക്ക് കാണാനില്ല. പക്ഷേ ഞാൻ എൻ്റെ റിസർച്ചിൽ നമ്മളുടെ വർക്ക്ഷോപ്പുകാർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ടു ഫിക്സ് ആണ് കേട്ടോ. അപ്പൊ അതായത് നമുക്ക് വലിയ ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ, അതായത് കംപ്ലൈന്റ് വരുന്നത് കുറവാണ്, ഇൻ കേസ് കംപ്ലൈന്റ് വരുവാണെങ്കിൽ തന്നെ ഈസി ടു ഫിക്സ് ആണെന്നാണ് വർക്ക്ഷോപ്പ് ടെക്നീഷ്യൻസ് പറയുന്നത് കേട്ടോ. 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇത്തിരി അണ്ടർ പവർഡ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നമുക്ക് നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. പിന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പർച്ചേസിങ്ങിന് പോകണം, പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, നമുക്ക് ജോലിക്ക് പോകണം, അങ്ങനെയുള്ള നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നടക്കും. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്ക് വിൽക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്താണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ 2 പേർക്കും കാർ ആവശ്യമുണ്ട്. ഹസ്ബൻഡിനും വൈഫും കാർ ഉപയോഗിക്കും. അപ്പോൾ രണ്ടാമതൊരു കാർ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു നിങ്ങൾക്ക് ലോങ് യാത്ര പോകാന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഒരു വലിയ വണ്ടി എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കാറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ വണ്ടി എടുക്കുന്നത് നല്ലതാട്ടോ. രണ്ടാമതായിട്ട് മസ്ദ 2. അപ്പൊ മസ്ദ 2 എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എന്റെ കയ്യിൽ മസ്ദ 2 ഉണ്ടായിരുന്നതാണ്. ഞാൻ അത് കൊടുത്തിട്ട് ഞാൻ വേറൊരു ഓഡി എടുത്തതാണ്. അപ്പോൾ മസ്ദ 2 അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഉണ്ട്. പിന്നെ 1.5 ലിറ്റർ എഞ്ചിനാണത്. പിന്നെ അതുപോലെ തന്നെ ഓടിക്കാനും അടിപൊളിയാണ്, ഓടിക്കാൻ ഫണ്ണാണ്. പിന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് ഈസി ടു പാർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നോർമൽ. അടിപൊളി റിലയബിൾ, സൂപ്പർ റിലയബിൾ ആണ്. ശരിക്കും ഓസ്ട്രേലിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ടൊയോട്ട, മസ്ദ, നിസാൻ, ഈ വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത് കേട്ടോ. നല്ല റീസെയിൽ വാല്യൂ ആണ് ഈ മസ്ദയുടെ വണ്ടികൾക്ക്. പിന്നെ കുറച്ച് അതിന്റെ ഒരു പ്രോബ്ലം പറയാനാണെന്നുണ്ടെങ്കിൽ എ സിയുടെ കുറച്ച് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അതായത് എ സിയുടെ ഗ്യാസ് പോവുക, അങ്ങനത്തെ ചെറിയൊരു ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ഓണേഴ്സ്. ഞാൻ എന്റെ മസ്ദ 2 എടുത്തപ്പോഴും സെക്കൻഡ് ഹാൻഡ് ആണല്ലോ എടുത്തത്. നിങ്ങൾക്കറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ ആ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എടുത്ത സമയത്ത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും എ സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അവർ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ ശരിയാക്കി തന്നു. എ സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എ സിയുടെ കൂളിംഗ് ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് ലീക്കായി പോകുമായിരുന്നു. അപ്പം അത് അവർ ശരിയാക്കി തന്നു. അപ്പം ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്കും എ സിയുടെ ഗ്യാസ് ലീക്കായി പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് ഈസി ടു ഫിക്സ് ആണ്. അത് വലിയൊരു മേജർ കംപ്ലൈന്റ് അല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആ വണ്ടിയിൽ സൂപ്പർ റിലയബിൾ ആണ്, അടിപൊളിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ നല്ല രീതിയിലുണ്ട്. നെക്സ്റ്റ് കാറ് ലിസ്റ്റിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുണ്ടായി i20. 2014, 2015 വണ്ടി. അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടുകയും ചെയ്യും. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് അത്യാവശ്യം ഉണ്ട്. എന്റെ ഫ്രണ്ടിൽ കൂടി ഒരു നമ്മുടെ ഈ ഹുണ്ടായി i20 പോയി ഇപ്പൊ. ഓക്കെ, 2014, 2015 6 എയർ ബാഗ്സ്. അത്യാവശ്യം ഹുണ്ടയുടെ വണ്ടി, കിയുടെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് സാധാരണ വണ്ടികളിൽ വെച്ച് നോക്കുമ്പോൾ. ടൊയോട്ടയും മസ്ദയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഈ വക വണ്ടികൾ ഈ ഹുണ്ടായിലുണ്ട്. പിന്നെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അത് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കാൻ വേണ്ടി, അത് നമുക്ക് ഗിയർ ബോക്സ് അങ്ങനത്തെ എന്തെങ്കിലും വലിയ പണി വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്.
പിന്നെ റിലയബിൾ ആണ്, നല്ല രീതിയിൽ റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ് i20. നമ്മളുടെ ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ളത് സുസുക്കി സ്വിഫ്റ്റ്. അത് നമുക്ക് പിന്നെ അറിയാലോ, നമ്മൾ പണ്ടേ തുടങ്ങി നമ്മൾ കാണുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിൽ. 2010 തുടങ്ങി 2016 വരെ അത്യാവശ്യം എയർ ബാഗും 7 എയർ ബാഗ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ടെക്നോളജി വൈസ് എല്ലാം ഗുഡ്, നല്ലതാണ്. സേഫ്റ്റി ഫീച്ചർ ഓക്കെ. 7 എയർ ബാഗ്, 1.4 ലിറ്റർ എഞ്ചിൻ, അത്യാവശ്യം നല്ല പവറുള്ള എഞ്ചിനാണത്. പിന്നെ CVT ആണ്, അടിപൊളിയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ CVT ആയതുകൊണ്ട് തന്നെ അത് ഇത്തിരി എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ അധികം നമ്മളങ്ങനെ റഫായിട്ടൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കറക്റ്റ് സർവീസ് ഹിസ്റ്ററി നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഓവറോൾ ഒരു ഗുഡ് പിക്കാണ് ഈ സുസുക്കി സ്വിഫ്റ്റ്. അത്യാവശ്യം റീസെയിൽ വാല്യൂ ഉണ്ട്. അടുത്തതായിട്ട് ഒരു അടിപൊളി വണ്ടിയാട്ടോ, ടൊയോട്ട യാരിസ്. എൻ്റെ ഉണ്ടായിരുന്നു ടൊയോട്ട യാരിസ്. ഞാൻ 2014 ഞാൻ ടൊയോട്ട യാരിസ് 2000, 4 വർഷം പഴക്കമുള്ള വണ്ടി ഞാൻ എടുത്ത കേട്ടോ. ഞാൻ ദുബായിലായിരുന്ന സമയത്ത്. അത് ഈ പറഞ്ഞ 30,000 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ സമയത്ത് എടുത്തപ്പോൾ. 1.3 ലിറ്റർ എഞ്ചിനാണ് ഞാൻ അന്ന് എടുത്തത്. പക്ഷെ എനിക്ക് അന്ന് അത്യാവശ്യം ഒരു ജോലിക്ക് പോകാൻ വേണ്ടി 40 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മെയിൻ റോഡ് 100 കിലോമീറ്റർ റോഡ് സ്പീഡുള്ള 100-150 റോഡ് സ്പീഡുള്ള റോട്ടിൽ കൂടി എനിക്ക് പോകണമായിരുന്നു. അപ്പം അങ്ങനെ അണ്ടർ പവർഡ് ആയതുകൊണ്ട് തീരെ കംഫർട്ട് ആയിരുന്നില്ല ഹൈവേയിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 1.5 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഹൈവേ ഡ്രൈവ് എല്ലാം ചെയ്യാം, അടിപൊളിയാണ്. 1.5 ലിറ്റർ കേട്ടോ. പക്ഷെ 1.3 ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ആണ്. അപ്പൊ 2012 തുടങ്ങി 2016 വരെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഗുഡ് സേഫ്റ്റി ഫീച്ചേഴ്സ്, 7 എയർ ബാഗ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്ത് ഈ വൺസ് നിങ്ങൾ ഈ ടൊയോട്ടയുടെ ഈ യാരിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി അത് നിങ്ങൾക്ക് കംപ്ലൈന്റ് വന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ ആ വണ്ടി മാറ്റേണ്ടി വരില്ല. വൺസ് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ആ വണ്ടി ഉണ്ടാവും കേട്ടോ. അത്രക്ക് സൂപ്പർ റിലയബിൾ ആണ് ടൊയോട്ട യാരിസ്. അത് പിന്നെ CVT അല്ല. അടുത്തത് പറയാനാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ജാസ്. അത് അടിപൊളി വണ്ടിയാണ്, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള, നല്ല ഇരിക്കാനൊക്കെ എല്ലാം നല്ലതാണ് ആ വണ്ടി. 3rd ജനറേഷൻ ഹോണ്ട ജാസ്. അത് നമുക്ക് ഈ പറഞ്ഞ റേറ്റ്, ഞാൻ ഈ പറയുന്ന വണ്ടികളെല്ലാം ഏകദേശം ആവറേജ് $10,000 ആണ് കേട്ടോ. ഞാൻ ആവറേജ് പറയുന്നത് ചിലപ്പോൾ 10,000, 12,000, 13,000 അങ്ങനെയൊക്കെ കുറച്ച് പോകും. എങ്കിലും ആവറേജ് 10,000 താഴെയും 10,000 മുകളിലും ഉള്ള വണ്ടികളാണ് ഞാൻ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഹോണ്ട ജാസിന്റെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ജാസ് നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിന് കുറെ റെസ്റ്റ്, അതായത് ഇഷ്ടംപോലെ വണ്ടികളിൽ റെസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തുരുമ്പ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ അടിയിൽ നല്ല രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യിക്കണം, തുരുമ്പുണ്ടാവും എന്നുള്ളത് കേട്ടോ. അതൊരു കോമൺ പ്രോബ്ലം ആണെന്നാണ് ഞാൻ എന്റെ റിസർച്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയ കേട്ടോ. അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സുസുക്കി ഇഗ്നിസ്. നമ്മുടെ നാട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ SUV അങ്ങനെയൊക്കെയാണ് ഇഗ്നിസിനെ പറ്റി പറയുന്നത്. 6 എയർ ബാഗ്സ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അത്യാവശ്യം ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, അടിപൊളി ഫ്യൂൽ എഫിഷ്യൻസി ആണ്. ജപ്പാൻ വണ്ടി ആയതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്, സൂപ്പർ റിലയബിൾ ആണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ആ വണ്ടിക്ക്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം ആ വണ്ടിക്ക് ഉണ്ട്. അതൊരു നല്ലൊരു ചോയ്സ് ആണ് സുസുക്കി ഇഗ്നിസ്. അടുത്തതായിട്ട് പറയാനാണെങ്കിൽ കിയ പിക്കാൻഡോ. 6 എയർ ബാഗ്സ്, ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞു വണ്ടി, അധികം കിലോമീറ്റർ ഓടാത്ത വണ്ടി, ചെറിയ റേറ്റിൽ എടുക്കാൻ വേണ്ടി പറ്റും വാങ്ങിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ താഴത്തേക്ക് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സെഡാനിലേക്കും SUV-ലേക്കൊക്കെ ആണ് അടുത്ത ലിസ്റ്റുകൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഹാച്ച് ബാക്ക് കൊണ്ട് നമുക്ക് നിർത്താം. എന്നിട്ട് അടുത്ത വീഡിയോയില് കുറച്ചുകൂടെ വലിയ വണ്ടികളായിട്ട് സെഡാൻ വണ്ടികളായിട്ടുള്ള ഹുണ്ടായി ആക്സെന്റ്, അതുപോലെ തന്നെ കൊറോള, അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതുകൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് SUV-കളിലേക്ക് കിടക്കാം. അതായത് റേറ്റ് കുറവിൽ എടുക്കാൻ വേണ്ടി പറ്റിയ പല ടൈപ്പ് SUV-കൾ, അതായത് നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടി പറ്റിയ പല ചോയ്സസ് ഓഫ് SUV-കൾ, റിലയബിൾ ആയിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ നമ്മളെ പോക്കറ്റ് കീറാത്തതുമായിട്ടുള്ള വണ്ടികളെ പറ്റി നമുക്ക് അടുത്ത വീഡിയോകളിൽ റിസർച്ച് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.